21 അംഗ മന്ത്രിസഭയാണ്. മുഖ്യമന്ത്രി അടക്കം 21 പേരുണ്ട്. ഈ 21 പേരിൽ എത്ര ദളിതരുണ്ടെന്ന് ചോദിച്ചാൽ രാധാകൃഷ്ണനോട് ശേഷം ആരുമില്ല. കേരളത്തിലെ ആകെ ഭൂരഹിതരിൽ 80%-ലധികവും ദലിതരാണ്. ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയെന്ന് വരുമ്പോൾ പോലും കേരളത്തിലെ ദലിതരുടെ കയ്യിലുള്ള ശരാശരി ഭൂമിയുടെ കണക്ക് 3 സെന്റോളമാണ് ഒരു കുടുംബത്തിന്റെ കയ്യിലുള്ളത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വലിയ നിലയ്ക്ക് ദലിതരെ പാർട്ടിയുടെ പിന്നാമ്പുറങ്ങളിൽ നിർത്തുകയും ദലിത രാഷ്ട്രീയം ഉയർന്നു വരുന്നതിനെ പല നിലയ്ക്കും അവർ തടയുന്ന ഒരു പ്രോസസ്സാണ്. ഈ മാനിഫെസ്റ്റോയിലെ ഡിമാൻഡുകൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അധികാരത്തിൽ വരുന്നവർ ഏത് പാർട്ടിയാണെങ്കിലും ഇത് നടപ്പിലാക്കണമെന്ന്. കേരള ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കേരള ദളിത് പാന്തറിൻ്റെ കേരളത്തിലെ സ്ഥാപക നേതാക്കളിൽ ഒരാളും അംബേദ്കർ രാഷ്ട്രീയത്തെ കേരളത്തിൽ പ്രയോഗിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന, ഇപ്പോഴും അംബേദ്കർ രാഷ്ട്രീയത്തെ പ്രായോഗികമായും സൈദ്ധാന്തികമായും പ്രചരിപ്പിക്കുന്ന, മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട, ഗൗരവമായി അംബേദ്കർ രാഷ്ട്രീയത്തെ കാണുന്ന ഏവർക്കും പരിചിതനായ അംബുജാക്ഷൻ കേരള ഇൻസൈറ്റിൻ്റെ പ്രേക്ഷകരുമായി സംവദിക്കുകയാണ്. സ്വാഗതം. നമസ്കാരം. പ്രധാനമായിട്ടും കേരളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കുറേ കൂടി ഈ ദളിത് പക്ഷത്തുള്ളവർക്ക് പ്രാതിനിധ്യം വേണമെന്നുള്ള ഡിമാൻഡുണ്ട്. CK ജാനുവിൻ്റെ പേര് കേൾക്കുന്നുണ്ട്, സണ്ണി കബിക്കാടിൻ്റെ പേര് കേൾക്കുന്നുണ്ട്, താങ്കളുടെ പേരും കേൾക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അംബേദ്കറൈറ്റ് രാഷ്ട്രീയത്തിന് കേരളത്തിൽ കുറേ കൂടി ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമുണ്ട് എന്ന് ഇവിടുത്തെ മുന്നണികൾ തിരിച്ചറിയുന്നതിൻ്റെ ഒരു സൂചനയാണോ അത്? ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒരു ദളിത് ഫാക്ടർ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പരിഗണനയിലേക്ക് ശ്രദ്ധേയരായ ചില ദളിത് വ്യക്തിത്വങ്ങളെ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പുറത്ത് അടയാളപ്പെടുത്തുകയും പരിഗണിക്കുകയും ചെയ്യുന്നു എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. ഇത് തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു 40 വർഷക്കാലമായി കേരളത്തിൽ നടന്നു വരുന്ന തുടർച്ചയായ ദലിതർക്കിടയിലെയും ആദിവാസികൾക്കിടയിലെയും അതേപോലെ ദളിത് ക്രൈസ്തവർക്കിടയിലുമൊക്കെ ഉള്ള സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ പ്രവർത്തനങ്ങളുടെ ഒരു ഇമ്പാക്റ്റാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതിൻ്റെ ഒരു പ്രത്യയശാസ്ത്ര അടിത്തറ എന്ന നിലയിൽ അംബേദ്കറിസവും ഡോക്ടർ അംബേദ്കറുടെ പ്രാതിനിധ്യ ജനാധിപത്യത്തെ സംബന്ധിച്ച രാഷ്ട്രീയ സങ്കല്പങ്ങളും അംബേദ്കർ ചിന്തയിൽ അധിഷ്ഠിതമായ ദലിത് വ്യവഹാരങ്ങളും ഒക്കെ ഈ ഒരു വികാസത്തിലേക്ക്, ദലിതരെ കൂടി ഒരു രാഷ്ട്രീയ ഘടകമായി പരിഗണിക്കുന്ന ഒരു പരിവർത്തനത്തിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ മാറ്റിയതിൽ വലിയ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നതാണ് ഈ ആലോചനകളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ പ്രായോഗികമായിട്ട് കേരളത്തെ സംബന്ധിച്ച് കല്ലറ സുകുമാരനെ പോലുള്ളവർ നടത്തിയ പ്രവർത്തനങ്ങൾ, സൈദ്ധാന്തിക രംഗത്ത് പോൾ ചെറുക്കരോട്, കൊച്ചേട്ടൻ, KK ബാബുരാജ് തുടങ്ങിയ തലമുറയിൽപ്പെട്ട ആളുകൾ, അവരുടെ സൈദ്ധാന്തിക സംഭാവനകൾ, സണ്ണിയം കബിക്കാട്ടിനെ പോലുള്ളവരുടെ പ്രഭാഷണങ്ങളും എഴുത്തുകളും, താങ്കൾ നടത്തിയിട്ടുള്ള അംബേദ്കറുടെ ആശയലോകത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ, ഇങ്ങനെ ഒരു അംബേദ്കറുടെ രാഷ്ട്രീയം വളരെ കൃത്യമായിട്ട് മലയാളിക്ക് അറിയാം. പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർ പഠിക്കുന്നുണ്ട്, അത് ആശയപരമായിട്ട് പ്രയോഗിക്കുന്നുണ്ട്. പ്രായോഗികമായ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മുന്നണി എന്ന നിലയിലേക്ക് അംബേദ്കറുടെ രാഷ്ട്രീയം പിൻപറ്റുന്നവർക്ക് എത്രത്തോളം കേരളത്തിൽ മുന്നേറാൻ സാധിച്ചിട്ടുണ്ട്? ഇതിൽ ഒരു അംബേദ്കറൈറ്റ് രാഷ്ട്രീയം കേരളത്തിൽ ഇപ്പോഴും ശരിയായ രൂപത്തിൽ അത് രൂപപ്പെട്ട് വന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അത് ഇനിയും തീർച്ചയായും ഇവോൾവ് ചെയ്ത് വരേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ ആശയപരമായ തലങ്ങളാണ് ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നത്. അത് സ്വാഭാവികമായും കേരളത്തിൻ്റെ മുന്നണി രാഷ്ട്രീയം തന്നെ നമ്മളെടുത്താൽ, ഇപ്പോൾ കേരളത്തിൻ്റെ തന്നെ ഒരു 70 വർഷക്കാലത്തെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും ഏതാണ്ട് 1970 ആരംഭിക്കുന്ന 80കളിൽ ഈ രണ്ട് മുന്നണികളും ഏകദേശം പൂർത്തീകരിക്കപ്പെട്ട ഈ ഇടത് വലത് മുന്നണികളുടെ ഒരു 50 വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും ഒരു പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി എന്ന നിലയിൽ ദളിതരുടെ രാഷ്ട്രീയ പ്രാതിനിധ്യത്തെ പരിഗണിക്കാനും
അവരെ കൂടി ഇൻക്ലൂസീവായി, അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കൂടെ അർഹമായ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് കേരളത്തിൻ്റെ ഈ മുന്നണി രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്നതിലും കേരളം ഒട്ടും തന്നെ താല്പര്യം കാണിച്ചിട്ടില്ല, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, രണ്ട് മുന്നണികളും. എന്നാൽ ഈ പറഞ്ഞതുപോലെ കല്ലർ സുകുമാരൻ സാറിൻ്റെ സംഭാവന 1960-70 കാലഘട്ടത്തിൽ ദലിതരുടെ പ്രശ്നങ്ങളെ കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വളരെ കൃത്യമായി ഉന്നയിക്കുകയും ഒട്ടനവധി പ്രക്ഷോഭങ്ങൾ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾക്കെതിരായി, അതേപോലെ അടിച്ചമർത്തലുകൾക്ക്, അട്രോസിറ്റികൾക്കെതിരായി, സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പലതരം അവകാശ നിഷേധങ്ങൾക്കെതിരായിട്ടൊക്കെയുള്ള ഒരുപാട് ബഹുജന പ്രക്ഷോഭങ്ങൾക്ക് കല്ലർ സുകുമാരൻ സാർ നേതൃത്വം കൊടുക്കുന്നു. ഒപ്പം വളരെ വലിയ ദൈക്ഷണികമായ സംഭാവനയും, ഒപ്പം കല്ലർ സുകുമാരൻ സാറിനോടൊപ്പം ഇന്ത്യൻ ദളിത് ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് പോൾ സാർ നടത്തിയ ഇടപെടലുകളും സംഭാവനകളും ഇതൊരു വലിയ നിലയ്ക്ക് കേരളത്തിലെ ദലിതരെ ആശയപരമായി സ്വാധീനിക്കുകയും അവരെ ശാക്തീകരിക്കുകയും ചെയ്തൊരു പ്രോസസ്സാണ്. അതിൻ്റെ തുടർച്ചയിലാണ് പിന്നീട് കേരളത്തിലെ വ്യത്യസ്തങ്ങളായ ദളിത് സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ വരുന്നത്. ഇപ്പോൾ KDPയുടെ പ്രവർത്തനം ഒരു 1988 മുതൽ കേരള ദലിത് പ്രാന്ത പ്രസ്ഥാനം ഗ്രാസ് റൂട്ട് ലെവലിൽ കേരളത്തിലെ ഗ്രാമങ്ങളിലെ ദലിതരെ സ്വത്വപരമായി സംഘടിപ്പിക്കുകയും അംബേദ്കർ ആയിട്ട് പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ വ്യത്യസ്തമായ ഒരു സമാന്തര അർദ്ധരാഷ്ട്രീയ ശക്തിയായ ഒരു സെമി പൊളിറ്റിക്കൽ ഫോഴ്സായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ പിന്നെ KK കൊച്ച്, KM സലീംകുമാർ, പിന്നീട് സണ്ണി കവിക്കാട്, ഇങ്ങനെ തുടങ്ങിയവരുടെയൊക്കെ പലതരത്തിലുള്ള ഇടപെടൽ, സൈദ്ധാന്തികമായ ഇടപെടലുകളും ഈ നിലയ്ക്കുള്ള ദലിത് പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഒട്ടനവധി പ്രക്ഷോഭങ്ങൾ, അത് ചങ്ങറ സമരത്തിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ വിപുലമായ ഒരു ഐക്യനിര തന്നെ രൂപപ്പെട്ടു വരുന്നുണ്ട്. ആദിവാസി ഭൂസമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജാനുവും ഗീതാനന്ദനും ഒക്കെ മുന്നിൽ നിന്ന് നയിച്ച ഭൂസമരം, അതിൽ ഏകദേശം കേരളത്തിലെ എല്ലാ ദലിത് പ്രസ്ഥാനങ്ങളും ആ സമരത്തിൻ്റെ ഭാഗമാവുകയും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടന്ന വലിയ നിൽപ്പ് സമരത്തിലും, അതേപോലെ മുത്തങ്ങ സമരത്തിന് ശേഷം ആ വിഷയത്തിന്മേൽ ഉയർന്നു വന്ന പലതരം പ്രക്ഷോഭങ്ങളിലും ഈ വലിയൊരു ഐക്യവും അതേപോലെ വലിയ നിലയിലുള്ള പങ്കാളിത്തവും ദലിത് പ്രസ്ഥാനങ്ങൾ കാണിച്ചു. ചെങ്ങറ സമരത്തോടനുബന്ധിച്ചൊരു ഐക്യദാർഢ്യ സമിതി തന്നെ രൂപപ്പെടുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയെന്നോണം സംവരണത്തെ ഒരു അടിസ്ഥാനമാക്കിക്കൊണ്ട് സംവരണ സംരക്ഷണ സമിതി ഉണ്ടായി. അതേപോലെ KDPയും വ്യത്യസ്ത പ്രസ്ഥാനങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് KDMS എന്ന് പറയുന്ന രൂപീകരണം 2010-11 ആയപ്പോൾ കേരള ദലിത് മഹാസഭയുണ്ടായി. അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഞാൻ. ബഹുമാന്യനായ നമുക്കറിയാം ഈ KM സലീംകുമാറും KK കൊച്ചും സണ്ണി കവിക്കാടും എല്ലാം KDMS എന്ന് പറയുന്ന ഒരു സംഘടനാ രൂപത്തിൽ ഞങ്ങൾ ഒന്നിച്ച് നിൽക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിലേക്ക് കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള അംബേദ്കർ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സോഷ്യൽ ഡെമോക്രസിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, ഇക്കണോമിക് ഡെമോക്രസിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, ദലിതരും അതേപോലെ ആദിവാസികളും അഭിമുഖീകരിക്കുന്ന വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ, ഭൂമിയുടെ രാഷ്ട്രീയം, വികസന പ്രശ്നങ്ങൾ, മറ്റു തരത്തിലുള്ള അവകാശ പ്രശ്നങ്ങൾ, ഇതിനെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു കൃത്യമായ നയസമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സത്യത്തിൽ എഫക്റ്റീവായിട്ട് മുന്നോട്ട് വെക്കുന്നതിലും അത്തരത്തിൽ നേതൃപരമായ ശേഷിയുള്ളവരുടെ ഒരു കളക്റ്റീവ് ലീഡർഷിപ്പിൽ ഒരു പാർട്ടിയെ പ്രഖ്യാപിക്കുന്നതിലും കേരളത്തിലെ ദലിതർക്ക് ആശാവഹമായി മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അതിൽ അപവാദം എന്ന് പറയാവുന്നത് കല്ലർ സുകുമാരൻ സാർ സ്ഥാപിച്ച ILP ആണ്. കല്ലറയുടെ കാര്യം പറയുമ്പോൾ കല്ലർ സുകുമാരൻ ഒരു മുന്നണി വളരെ കൃത്യമായിട്ട് 2 മുന്നണിയായി പിരിയുന്ന, ഒന്ന് BJP അത്ര ശക്തമല്ല, ആ കാലത്ത് കരുണാകരന് പോലും ഗൗരവമായിട്ട് പരിഗണിക്കേണ്ടിയിരുന്ന അത്ര അടിത്തറയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അദ്ദേഹത്തിന് രൂപം കൊടുക്കാൻ കഴിഞ്ഞിരുന്നു. വലിയ സമരങ്ങൾ, കോളനികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്നത്തെ വലിയ ഇടപെടലുകൾ, തിരുവനന്തപുരത്തേക്കുള്ള വലിയ മാർച്ചുകൾ. അപ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അടിത്തറയിടുകയും വലിയൊരളവിൽ കേരളീയ സമൂഹത്തിനകത്ത് അത് കോൺഗ്രസ് പോലെ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വളരുകയും ചെയ്തതിന് ശേഷമാണ് ഒരു ശിഥിലീകരണം ആരംഭിക്കുന്നത്. എന്നാൽ കല്ലറയ്ക്ക് ശേഷമാണ് പുതിയ തലമുറയിൽപ്പെട്ട ധാരാളം പേര്, നേരത്തെ പേര് പറഞ്ഞ എല്ലാവരും തന്നെ സാമൂഹ്യ രംഗത്ത് ശക്തമായിട്ട് അവരുടെ നിലപാടുകൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു 11-12% വരുന്ന ദളിതർക്ക് ഇപ്പോഴും ഒരു ശക്തമായ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറാൻ സാധിക്കാത്തത്? അതിൻ്റെ തടസ്സം എന്താണ്?
ഇതിലൊരു പരിധിവരെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുമ്പേ ILP ഒരു ഫാക്ടറായിട്ട് വന്ന സമയത്ത് ILPയെ ആ നിലയ്ക്ക് മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഉൾക്കൊള്ളാൻ കേരളത്തിലെ ഈ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായില്ല എന്നതൊരു വസ്തുതയാണ്. ആ ഒരു തിരസ്കാരം ILPയെ ബാധിച്ചു. രണ്ടാമത്, കേരളത്തിലെ ദലിതരിൽ ഏതാണ്ട് ഒരു വലിയ ശതമാനം ഇന്നും അവർ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടൊപ്പമാണ്. അപ്പോൾ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വലിയ നിലയ്ക്ക് ദലിതരെ പാർട്ടിയുടെ പിന്നാമ്പുറങ്ങളിൽ നിർത്തുകയും ഒരു ബദലായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഘടകമായി ദലിത് രാഷ്ട്രീയം ഉയർന്നു വരുന്നതിനെ പല നിലയ്ക്കും അവർ തടയുന്ന ഒരു പ്രോസസ്സാണ് ഏറ്റവും ഒടുവിൽ PKS പോലും രൂപീകരിച്ചത്. അത്തരത്തിൽ ദലിതർക്കിടയിൽ രാഷ്ട്രീയമായി വരുന്ന ഉണർവുകളെ ആ ഉണർവുകളുടെ അടിസ്ഥാനത്തിൽ പുതിയൊരു ഒരു പൊളിറ്റിക്കൽ ഫാക്ടറായിട്ട് കേരളത്തിലെ ദലിതർ രൂപപ്പെടുമെന്ന വന്നൊരു പശ്ചാത്തലത്തിലാണ് മുൻകാലങ്ങളിൽ ദലിതരുടെ സാമുദായികവും സാമൂഹികവുമായ മുന്നേറ്റങ്ങളെ സ്വത്വരാഷ്ട്രീയമെന്ന് പറഞ്ഞ് അതിനെ തള്ളിപ്പറഞ്ഞ CPM തന്നെ സ്വത്വ അടിസ്ഥാനത്തിൽ ഒരു പ്രസ്ഥാനത്തിന് PKS രൂപം കൊടുക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ദലിതർ അവകാശം നിഷേധിക്കപ്പെടുന്ന, അധികാര പങ്കാളിത്തമില്ലാത്ത, പാർട്ടി നേതൃപദവികളിൽ യാതൊരു സ്ഥാനവും ലഭിക്കാത്ത ദലിതർ പാർട്ടിക്ക് പുറത്ത് വേറൊരു സമാന്തര രാഷ്ട്രീയമായി വരുന്നതിനെ തടയുക എന്നത് തന്നെയായിരുന്നു PKSൻ്റെ രൂപീകരണം. ഏകദേശം അതിൽ അവർ വിജയിച്ചു. പാർട്ടിയിൽ അസ്വസ്ഥരായ ആൾക്കാരെ ഈ PKS എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനകത്തേക്ക് ഒതുക്കി നിർത്തുന്നതിൽ പാർട്ടി വിജയിച്ചു. ഈ ഒരു സംഗതി ഉണ്ട് ഒരു ഭാഗത്ത്. മറ്റൊന്ന്, കേരളത്തിലെ ഈ വ്യത്യസ്ത ജാതികളുടെ സ്വാധീനം, ഉപജാതികളിലായി ചിതറിക്കിടക്കുന്ന ദലിത് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ജാതികൾക്ക് അതീതമായ ഒരു ദലിത് പൊതുബോധത്തിലേക്ക് വന്നെങ്കിലും അതിൻ്റെ അടുത്തൊരു ഘട്ടമെന്ന് പറയും 90കളിലോടുകൂടി ശക്തിപ്പെട്ടു വന്ന ഒരു ദലിത് സ്വത്വബോധമുണ്ട്, ഒരു അംബേദ്കറേറ്റ് അവബോധമുണ്ട്. അത് കുറച്ചുകൂടെ ഐഡൻറ്റിറ്റി വൈസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ആ ഐഡൻറ്റിറ്റിക്ക് അപ്പുറത്തേക്ക് കൃത്യമായൊരു ജനാധിപത്യ രാഷ്ട്രീയത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയിൽ അടുത്തൊരു ഘട്ടത്തിലേക്ക് കേരളത്തിലെ ദലിതർക്ക് ഏകീകരിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഒരു പരിമിതിയാണ്. ആ പരിമിതിയെ മറികടക്കുന്ന ആലോചനകൾ ഇപ്പോൾ വളരെ ഗൗരവമായി കേരളത്തിലെ ദലിത് പ്രസ്ഥാനങ്ങൾക്കിടയിൽ നടന്നു വരുന്നുണ്ട്. മറ്റൊന്ന്, ഒരു പക്ഷേ കേരളത്തിൽ KDP അടക്കമുള്ള ദലിത് പ്രസ്ഥാനങ്ങൾ, DHRM പോലുള്ള സംഘടനകൾ, IDFൻ്റെ മുൻകാല പ്രവർത്തനങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു തുടർച്ചയെന്നോണം ഒരു ദലിത് കർത്തൃത്വത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഫോർമേഷൻ 90ക്ക് ശേഷം സംഭവിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് സ്വാഭാവികമായും കേരളത്തിൽ ബഹുജൻ സമാജ് പാർട്ടി കടന്നു വരുന്നത്. അപ്പോൾ ദേശീയമായ ഒരു രാഷ്ട്രീയ പാർട്ടി, കൻഷറാം നയിക്കുന്ന ഒരു പാർട്ടി, പ്രത്യേകിച്ച് UPയിൽ അവർ അധികാരത്തിലേക്കും കൂടി വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ പോലും ഭരിക്കാൻ ഉള്ള ഒരു സാധ്യതയുടെ ഒരു അവസ്ഥയിലേക്ക് വക്കിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ആ ഒരു BSPയുടെ ഒരു വരവ് വലിയ നിലയ്ക്ക് കേരളത്തിലെ ദലിതരിൽ പ്രതീക്ഷ ഉണ്ടാക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ നിന്ന് തനതായ ഒരു രാഷ്ട്രീയം ഒരുപക്ഷെ രൂപപ്പെട്ടു വരേണ്ട ഒരു ഘട്ടത്തിൽ ബഹുജൻ സമാജ് പാർട്ടി കേരളത്തിൽ തുടക്കം കുറിക്കുകയും ഈ നിലയ്ക്ക് പൊളിറ്റിക്കലായി വ്യത്യസ്ത സംഘടനകളിലൂടെ കോൺഷ്യസായി വന്ന കേരളത്തിലെ വലിയൊരു വിഭാഗം ദലിത് സമൂഹങ്ങൾ BSPയുടെ ഭാഗമാവുകയാണ് ചെയ്തത്. BSP ഇപ്പോഴും കേരളത്തിലൊരു കൃത്യമായ ഒരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ കഴിയാതെ കഴിഞ്ഞ ഏതാണ്ട് 30 വർഷക്കാലം ആയി കേരളത്തിൽ ബഹുജൻ സമാജ് പാർട്ടി ഉണ്ട് എന്നതാണ്. പക്ഷേ കേരളത്തിലെ ഒരു മുന്നണി രാഷ്ട്രീയം എന്ന് പറയുന്ന കൊളീഷൻ പൊളിറ്റിക്സിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം പൊതുവെ പ്രാദേശിക രാഷ്ട്രീയവും പ്രാദേശിക രാഷ്ട്രീയവും മാറിയൊരു കാലഘട്ടത്തിലും വ്യത്യസ്ത പാർട്ടികളുമായി ചേർന്ന് മുന്നണി രാഷ്ട്രീയത്തെ പോസിറ്റീവായി കാണാനും അത്തരത്തിലൊരു അലയൻസിലൂടെ അധികാരത്തെ പങ്കിട്ടെടുക്കാൻ കഴിയുന്ന ഒരു പ്രായോഗികതയുടെ കാര്യത്തിൽ ബഹുജൻ സമാജ് പാർട്ടി ഇപ്പോഴും അവരുടെ സമീപനങ്ങളിൽ മാറ്റം ഉണ്ടാക്കിയിട്ടില്ല. അവർക്ക് വലിയ നേതാക്കൾ വന്നിരുന്നു. ഇപ്പം നീലലോഹിത നാടാര് വന്നു, KK നായർ വന്നു, രാഷ്ട്രീയത്തിൽ എത്രയോ കാലം MLA ആയവരും MP ആയവരും ഒക്കെ വന്നു. പക്ഷേ ഒരു പാർട്ടിയായിട്ടത് മാറിയില്ല. അതെന്തായിരിക്കും അതിൻ്റെ കാര്യം? ഇതിൻ്റെ ഒരു പ്രശ്നം, ഒന്ന്, ഉത്തരേന്ത്യയുടെ ഒരു രാഷ്ട്രീയവും അതേപോലെ നമ്മുടെ ദക്ഷിണേന്ത്യയിലെ പ്രത്യേകിച്ച് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളും ഇച്ചിരി വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായ, ഉദാഹരണം ഒരു UPയുടെയൊക്കെ ഒരു പൊളിറ്റിക്കൽ കോണ്ടക്സ്റ്റിൽ അവർക്ക് ആകെ ഉള്ളത് BSP ആണ്. ആധുനിക ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ പ്രസ്ഥാനങ്ങളും അതേപോലെയുള്ള ദലിത് പ്രസ്ഥാനങ്ങളും ആ നിലയ്ക്ക് ശക്തിപ്പെടുകയല്ല ചെയ്തത്. ആ ഒരു സ്പേസിലേക്ക് ബഹുജൻ സമാജ് പാർട്ടി തന്നെ അവരുടെ ഒരു വലിയ സോഷ്യൽ മൂവ്മെൻ്റായിട്ടും അതേസമയം അതൊരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റായിട്ടും മാറുന്നൊരു പ്രോസസ്സാണ്. അപ്പം പൊതുവിൽ അവർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു പൊതുവായ കോമണായിട്ടുള്ള
ഒരു പൊളിറ്റിക്കലായും സാമൂഹ്യമായ നീഡുകളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മൂവ്മെൻ്റായിട്ട് അത് വന്നു. ഒന്ന്. രണ്ട്, ജനസംഖ്യയുടെ പ്രത്യേകിച്ചും ഈ പറയുന്ന അവിടുത്തെ യു പിയിലെ ഈ ചമാർ എന്ന് പറയുന്നത് ഒരു ഡെമോഗ്രാഫിക്കലി അവരൊരു എഫക്റ്റീവായിട്ടുള്ള പോപ്പുലേഷനാണ്. ആ ഒരു ഡെമോഗ്രഫിയുടെ അഡ്വാൻറ്റേജും കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ബഹുജൻ സമാജ് പാർട്ടി അവിടെ വരുന്നത്. അപ്പോൾ അവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകെ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു സോഷ്യൽ മൂവ്മെൻ്റ് അതാണ്. അതിനെ പൊളിറ്റിക്കലായിട്ട് കൺവെർട്ട് ചെയ്യാൻ കഴിഞ്ഞ ആ ഒരു സാധ്യത ഇവിടെ സംഭവിച്ചില്ല. കാരണം കേരളത്തിൽ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ നേരത്തെ ഉണ്ടാവുകയും അത് അതിൻ്റെ പ്രാഥമികമായ ദൗത്യങ്ങൾ അവരുടെ പലതരത്തിലുള്ള വിദ്യാഭ്യാസ പ്രവേശനത്തിൻ്റെയും മറ്റു തരത്തിലുള്ള സാമൂഹ്യമായ അംഗീകാരത്തിൻ്റെയും പ്രാഥമിക തലങ്ങളെ ശ്രീനാരായണ പ്രസ്ഥാനവും അതിനുശേഷം വരുന്ന അയ്യൻകാളിയൻ മൂവ്മെൻറ്റുകളും പൊയ്കലപ്പച്ചൻ്റെ പ്രസ്ഥാനവും ഒക്കെ നിറവേറ്റിയ ഒരു സംസ്ഥാനമാണ്. അങ്ങനെയൊരു സ്ഥലത്ത് കുറച്ചുകൂടെ ഗൗരവമായ ഒരു പൊളിറ്റിക്കൽ അജണ്ട വെക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് കേരളത്തിലെ ദലിതരുടെ ഭൂമിയുടെ രാഷ്ട്രീയത്തെയും അവരുടെ വികസനത്തിൻ്റെ പ്രശ്നങ്ങളെയും അവരുടെ രാഷ്ട്രീയ അധികാരത്തിൻ്റെ പ്രാതിനിധ്യത്തെയും ഒക്കെ കൃത്യമായി വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു കേരളീയ സാഹചര്യത്തിനനുസൃതമായ ഒരു തനത് നയസമീപനവും ഒരു പ്രവർത്തന പരിപാടിയും ആ പരിപാടി നടപ്പിലാക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു നേതൃത്വവും അതിനെ നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു 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 ടീം ഓഫ് ലീഡർഷിപ്പും കളക്റ്റീവ് ലീഡർഷിപ്പും സത്യത്തിൽ കേരളത്തിൽ ബഹുജൻ സമാജ് പാർട്ടിയിൽ നിന്ന് സംഭവിച്ചില്ല എന്നത് അതിൻ്റെ വളർച്ചയ്ക്ക് ഒരു വലിയ തടസ്സമാണ്. ഇപ്പോഴും അങ്ങനെ ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം അവ്യക്തമാണ് സംഗതി. നമ്മളിപ്പോൾ കല്ലറ തുടങ്ങി വെച്ച രാഷ്ട്രീയ പ്രവർത്തനം, ദളിത് പാന്തർ മൂവ്മെൻറ്റിൻ്റെ ഇമ്പാക്റ്റ്, അതിനുശേഷം വന്നിട്ടുള്ള PDP പോലുള്ള പരീക്ഷണങ്ങൾ, DHRMൻ്റെ ഇടപെടലുകൾ, ലാഹഗോപാല നടത്തിയ സമരങ്ങൾ, അങ്ങനെ ഈ പല പരീക്ഷണങ്ങൾ, പല രീതിയിലുള്ള ഇടപെടലുകൾ, പല പരീക്ഷണങ്ങൾ, ഇതൊക്കെ ഊന്നുന്നത് ദളിതരുടെ ഒരു രാഷ്ട്രീയ രൂപീകരണം, രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണം, അതിലൂടെ അധികാരത്തിലേക്ക് എത്താനുള്ള വഴി തുടങ്ങിയതാണ്. പക്ഷേ ഇതൊന്നും ഒരിക്കലും ഒരു കൊഹറൻസോടുകൂടി, ഐക്യത്തോടുകൂടി വലിയൊരു സാമൂഹ്യ ശക്തിയായിട്ട് മാറുന്നില്ല. മാത്രമല്ല ഈ നിലയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ആൾ, ഇപ്പോൾ രാമഭദ്രൻ പോലുള്ള ആളുകൾ, അവരൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് അധികാരം നേടിയെടുക്കുക എന്നതിലേക്ക് ചുരുങ്ങിപ്പോവാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ദളിതർ നേരിടുന്ന അടിസ്ഥാനപരമായ ഗൗരവമേറിയ പ്രശ്നങ്ങളിൽ ഊന്നിക്കൊണ്ട് ഒരു സമര സംഘടന എന്ന നിലയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഈ ആധുനിക സമൂഹത്തിൻ്റെ അതിൻ്റെ എല്ലാവിധ സ്വാധീനവും നേടിയെടുക്കാൻ കഴിയുന്ന അംബേദ്കറൈറ്റ് മൂല്യങ്ങളിൽ അടിയുറച്ച് നിൽക്കുന്ന ആ നിലയ്ക്ക് കമ്മിറ്റഡായ കേഡർമാരെ ഉൾക്കൊള്ളുന്ന, നേതൃത്വത്തെ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള എന്തെങ്കിലും സാധ്യത ഈ 2026 കേരളത്തിലുണ്ട്? അത്തരത്തിലൊരു സാധ്യതയിലേക്കാണ് ഇന്ന് കേരളത്തിലെ വ്യത്യസ്തങ്ങളായ ദലിത് ആദിവാസി സംഘടനകൾ ഐക്യപ്പെട്ടു വരുന്നത്. മുമ്പത്തേക്കാൾ ഭിന്നമായി കുറച്ചുകൂടെ വർഷങ്ങളായി അനുഭവ സമ്പത്തുള്ള, പ്രവർത്തന പാഠവുമുള്ള, നേതൃശേഷിയുള്ള, കൃത്യമായ പ്രത്യയശാസ്ത്ര അടിത്തറയുള്ള നേതൃത്വങ്ങൾ ഇന്ന് ഒരു കോമൺ അജണ്ടയിലേക്ക് ഇന്ന് ഒന്നിച്ചു വന്നിട്ടുണ്ട്. അതിൽ വ്യക്തമായ എടുത്തു പറയാവുന്ന ഒന്നാണ് അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറയുന്നത്, ADF. ഇപ്പോൾ ഞാനടക്കമുള്ളവർ വർക്ക് ചെയ്യുന്ന അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് കഴിഞ്ഞ 2024 ഓഗസ്റ്റ് 1 സുപ്രീം കോടതിയുടെ 7-അംഗ ബെഞ്ചിൻ്റെ ക്രീമിലെയർ ഉപസംവരണ വിധിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ദേശീയ പ്രക്ഷോഭം ഉണ്ടായി. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഹർത്താൽ ആചരിച്ചുകൊണ്ട് കേരളത്തിലെ 85ഓളം ദലിത് ആദിവാസി സംഘടനകൾ, അംബേദ്കറൈറ്റ് സംഘടനകൾ, അതേപോലെ ഉദ്യോഗസ്ഥ സംഘടനകൾ, വ്യക്തികൾ, കേരളത്തിലെ ഒട്ടനവധി സാമുദായിക സംഘടനകൾ, ഇവരെല്ലാം ഒന്നിച്ചു വന്നിരിക്കുന്നു. മുൻകാലങ്ങളിൽ ദലിത് പ്രസ്ഥാനങ്ങൾ തമ്മിലും സമുദായ സംഘടനകൾ വേറിട്ടുമായിരുന്നു ഐക്യപ്പെട്ടതെങ്കിൽ ഇപ്പോൾ ഒരു ഡെവലപ്മെൻറ്റ് കേരളത്തിലെ ഒട്ടനവധി സമുദായ പ്രസ്ഥാനങ്ങൾ, ജാതി സംഘടനകൾ തന്നെ ദലിത് സംഘടനകളുമായി അവർ ഐക്യപ്പെടുകയും അങ്ങനെ ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടൊരു ബോഡിയായിട്ട് ഇന്ന് അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സംരക്ഷണ സമിതി എന്ന സ്വഭാവത്തിൽ ഒട്ടനവധി ദലിത് സംഘടനകൾ ഇതേപോലെ തന്നെ ഐക്യപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഐക്യങ്ങൾ ഇന്ന് വളരെ കൃത്യമായി മുന്നോട്ട് വെക്കുന്ന ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ദലിതരും ആദിവാസികളും ഇതേപോലുള്ള മറ്റു പാർശ്വവൽകൃത സമൂഹങ്ങൾ നേരിടുന്ന കാതലായ അടിസ്ഥാന പ്രശ്നങ്ങൾ, അതിലൊന്ന് ഭൂമിയുടെ പ്രശ്നമാണ്. ഇന്നും കേരളത്തിലെ ദലിതർക്കും ആദിവാസികൾക്കും അർഹമായ ഭൂമി, കൃഷിഭൂമിയോ അല്ലാതെയുള്ള അവന് കൈവശ ഭൂമിയോ ലഭിച്ചിട്ടില്ല.
ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയെന്ന് വരുമ്പോൾ പോലും കേരളത്തിലെ ദലിതരുടെ കയ്യിലുള്ള ശരാശരി ഭൂമിയുടെ കണക്ക് ആവറേജ് ഈ പറയുന്ന ഒരു 3 സെൻറ്റോളമാണ് ഒരു കുടുംബത്തിൻ്റെ കയ്യിലുള്ളത്. കേരളത്തിലെ ആകെ ഭൂരഹിതരിൽ 80%-ലധികവും ദലിതരാണ്. ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ്. കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം ഇത് വേണ്ട രീതിയിൽ അഭിസംബോധന ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ആ ഭൂമിയിൽ നിന്ന് ദലിതരെ അന്യവൽക്കരിച്ചുകൊണ്ട് ഫ്ലാറ്റുകളിലേക്ക് അവരെ ആനയിക്കുന്ന ലൈഫ് മിഷൻ പോലുള്ള പദ്ധതികളാണ് ഇപ്പോൾ ഉള്ളത്. സെക്കൻഡ് തിങ്, കേരളത്തിൻ്റെ അധികാര ഘടന നോക്കുക. കേരളത്തിലെ ഈ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ, ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃസ്ഥാനങ്ങളിലെ ദലിതരുടെ അവസ്ഥ നോക്കുക. പോളിറ്റ് ബ്യൂറോയിലേക്ക് ഇപ്പോഴും കേരളത്തിൽ നിന്നും ഒരു ദലിതനെ എത്തിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. ദേശീയ നേതൃത്വത്തിലേക്ക് ഒരു പക്ഷേ എഫക്റ്റീവായ എത്ര ദലിതരെ ഉയർത്തിക്കൊണ്ടുവരാൻ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ പരിശോധിക്കണം. KPCC അധ്യക്ഷ സ്ഥാനത്തേക്കോ അതേപോലെ CPM-ൻ്റെ പാർട്ടി സെക്രട്ടറി പദവിയിലേക്കോ എത്രത്തോളമാണ് ദലിതർ പരിഗണിക്കപ്പെടുന്നത്? മറ്റൊന്ന്, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം ജില്ലാ സെക്രട്ടറിമാരും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ പ്രസിഡന്റുമാരുമാണ് പാർട്ടിയിലെ അധികാരം കൈയാളുന്നത്. ഈ 14 ജില്ലകളിലും ഈ സ്ഥാനങ്ങളിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ദലിതരെയും ആദിവാസികളെയും ഇപ്പോഴും പാർട്ടിയുടെ ഏറ്റവും താഴ്ത്തട്ടിലെ സ്ഥാനങ്ങളിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. രണ്ടാമത് ഒരു ഘടകം എന്ന് പറയുന്നത്, കേരളത്തിലെ രാഷ്ട്രീയം പോകുന്നത് ഈ സമുദായ സമവാക്യങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ്. കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് സമുദായ സംഘടനകൾ പറയുന്നതനുസരിച്ചാണോ എന്നൊരു ചോദ്യത്തിന് ഇപ്പോഴും തൃപ്തികരമായി ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ ഒരു പ്രതീതിയുണ്ട്. NSS തീരുമാനിച്ചാലാണ്, അഥവാ NSS പിന്തുണയ്ക്കുന്നൊരു പാർട്ടിയാണ് കേരളം ഭരിക്കുക എന്ന ഒരു ഇംപ്രഷൻ വളരെ സമർത്ഥമായി കേരളം നിലനിർത്തുന്നു എന്നതാണ്. അതുകൊണ്ട് ഒന്നാമതായി NSSൻ്റെ ഒരു ഫാക്ടർ സംഘടിത വോട്ട് ബാങ്കുകളായി കേരളത്തിലെ പ്രബല സമുദായങ്ങൾ ആക്ട് ചെയ്യുന്നു എന്നതും കേരളത്തിലെ പ്രബല സമുദായ നേതൃത്വങ്ങളെ ആ നിലയ്ക്ക് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം ആശ്രയിക്കുന്നതും കേരളത്തിൻ്റെ ഡെമോക്രസിക്ക് സംഭവിച്ച ഏറ്റവും വലിയ അപജയമാണ്. അതിൽ ഒന്നാം സ്ഥാനത്ത് NSS ആണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു ഘടകമായി കാണുന്നത് ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളെയാണ്, സഭയെയാണ്. അതുകൊണ്ട് ഈ NSനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന, പിന്നെ സഭകളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തേർഡ് ഫാക്ടറിലേക്ക് ഒരുപക്ഷെ ഇന്ന് SNDP യോഗത്തെ പരിഗണിക്കുന്നൊരവസ്ഥയിലേക്ക്, അത് കേരള രീതി പരിഗണിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിലും ആ ഒരു ലൈനിലാണ് കേരളത്തിലെ SNDP യോഗത്തിൻ്റെ ഇടപെടലുകൾ. അത് വേണ്ട രീതിയിലേക്ക് കേരളത്തിലെ പിന്നെ ഇടതു വലത് മുന്നണികൾ അവർ അക്കോമഡേറ്റ് ചെയ്യുന്നോ ഇല്ലയോ എന്നൊക്കെയുള്ള പ്രശ്നം ഇന്ന് വലിയ ഗൗരവമായി ഉണ്ട്. അതിനേക്കാൾ കൂടുതൽ ബാർഗെയിൻ ചെയ്തവർക്ക് സ്പേസ് കിട്ടാൻ സാധ്യത NDAയിലാണ് എന്ന നിലയിലേക്ക് വെള്ളാപ്പള്ളിയുടെ ഈ ചുവടുമാറ്റം നമുക്ക് കാണാൻ കഴിയും. പിന്നെ മലബാറിൽ നിന്നുള്ള ഒരു മുസ്ലിം ലീഗിലൂടെയുള്ള മറ്റൊരു പൊളിറ്റിക്കൽ ഫാക്ടറാണ് ഞാൻ പറയുന്നത്. ഈ നായർ, ക്രൈസ്തവ, ഈഴവ സാമുദായിക സംഘടിത ശക്തികളും മലബാറിൽ നിന്നും ഇതിനെ ബാലൻസ് ചെയ്യാൻ, ഈ ഇക്വേഷൻസിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫ്ലക്ച്വേഷൻ വന്നാൽ ബാലൻസ് ചെയ്തുകൊണ്ട് മലബാറിലെ ഈ മുസ്ലിം പൊളിറ്റിക്കൽ കൺസോളിഡേഷനും ഇതുകൊണ്ട് കേരള രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ഒരടിസ്ഥാന സങ്കല്പത്തിലാണ് കേരളത്തെ മുന്നണി രാഷ്ട്രീയം പോകുന്നത്. ഇതിൻ്റെ താഴേക്കുള്ള സമൂഹങ്ങളെ അതുകൊണ്ട് തന്നെ പരിഗണിക്കുന്നില്ല. പക്ഷേ KPMS വളരെ ശക്തമായ വിഭജന അടിത്തറയുള്ളൊരു മൂവ്മെൻ്റാണ്, വലിയ പാരമ്പര്യമുള്ളതാണ്. KPMSന് എന്താണ്, ഏത് നിലയ്ക്കാണ് അവർക്ക് സമ്മർദ്ദം ചെലുത്താൻ കഴിയുക? നമ്മളൊരു പുതിയ പാർട്ടി ദളിതരുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഒരു പാർട്ടി ഉണ്ടാക്കുമ്പോൾ KPMS ആ പാർട്ടിയുടെ ഭാഗമായിട്ട് വരാൻ സാധ്യതയുണ്ട്. തർക്കത്തിൽ ധാർമ്മികമായി ഒരു രാഷ്ട്രീയമായ ഒരു സദാചാരത്വം സംബന്ധം നമ്മൾ ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നൊക്കെ പറയുന്ന, കാരണം നമ്മുടെ ഡെമോക്രസി എന്ന് പറയുന്നത് ഒരു പാർലമെൻ്ററി ഡെമോക്രസിയാണ്. ഈ പാർലമെൻ്ററി ഡെമോക്രസിക്ക് അകത്ത് പാലിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എഫക്റ്റീവ് റെപ്രസെൻറ്റേഷനാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് പൊളിറ്റിക്സ് പറയുന്നത്. ഈ ഒരു പ്രാതിനിധ്യ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ, അല്ലെ പ്രാതിനിധ്യ രാഷ്ട്രീയമാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുന്ന ഒരു സംവിധാനത്തിൽ കേരളത്തിലെ സംഘടിത ദലിത് സമൂഹങ്ങൾ, അവർ ജാതികൾക്കകത്താണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരള ജനസംഖ്യയിൽ ഭൂരിപക്ഷം വരുന്ന സംഘടിത സമുദായം ഒന്നാമതായി പുലയരും, പിന്നെ സാമ്പവർ, കുറവർ തുടങ്ങിയ ജാതികളുമാണ്. ഈ ജാതികൾക്കിടയിലെ സംഘടിത സമുദായ സംഘടനകളുണ്ട്. എന്നാൽ ഈ സംഘടനകൾക്ക് ഒരു രാഷ്ട്രീയമായ ഒരു വീക്ഷണം, ഒരു രാഷ്ട്രീയമായ സമീപനമില്ല എന്നതാണ്. എങ്ങനെ ഒരു സ്വതന്ത്രമായ അവർക്ക് പ്രാതിനിധ്യം കിട്ടണമെന്നും, കേരളത്തിലെ കേരളത്തിലെ ക്യാബിനറ്റ് എടുക്കുക, ഇപ്പോൾ തന്നെ എടുത്താൽ 21 അംഗ മന്ത്രിസഭയാണ്, മുഖ്യമന്ത്രി അടക്കം 21 പേരുണ്ട്. ഈ 21 പേരിൽ എത്ര ദളിതരുണ്ടെന്ന് ചോദിച്ചാൽ രാധാകൃഷ്ണനോട് ശേഷം ആരുമില്ല.
അപ്പോൾ EMSന്റെ മന്ത്രിസഭയിൽ തുടങ്ങി ചാത്തൻ മാസ്റ്റർ മുതൽ 57 മുതൽ ഇങ്ങോട്ട് രാധാകൃഷ്ണൻ വരെയുള്ള കാലം എടുത്ത് നോക്കിയാൽ 2025 വരെ 24 വരെ പാലിച്ച ആ ഒരു സിംഗിൾ ക്യാബിനറ്റ് പദവി എന്ന് പറയുന്ന തത്വം പോലും കേരളം ഉപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പട്ടികജാതിക്കാർക്ക് മന്ത്രിയില്ല. അപ്പോൾ പട്ടികജാതിക്കാർക്ക് ഒരു മന്ത്രി ഇല്ലാത്തൊരു പ്രശ്നത്തെ ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്താൻ എന്തുകൊണ്ട് പ്രത്യേകിച്ചും ഈ സംഘടിത ദലിത് സമുദായങ്ങൾ KPMS അടക്കമുള്ള പ്രസ്ഥാനം കഴിഞ്ഞില്ല എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം സാമുദായികതയ്ക്കപ്പുറം കൃത്യമായ ഒരു രാഷ്ട്രീയ സമീപനത്തിലേക്ക് വരാനും ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാനും രാഷ്ട്രീയമായ പ്രാതിനിധ്യം ചോദിച്ചു വാങ്ങാനും കഴിയുന്ന ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വികാസം KPMS ഇപ്പോഴും പുലർത്തുന്നില്ല എന്നതാണ്. പക്ഷേ ഇനിയുള്ള കാലത്ത് അങ്ങനെ പുലർത്താതിരുന്നാൽ നേതൃത്വത്തിനപ്പുറം കേരളത്തിലെ ദലിതർക്കിടയിൽ സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടത്തിൽ പുതിയൊരു അംബേദ്കറേറ്റ് ഉണർവുകൾ ഇന്ന് വ്യാപകമായി ഉയർന്നു വരുന്നുണ്ട്. ആ ഉണർവുകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം സമുദായ സംഘടനകൾക്ക് പുറത്ത് ദലിതരുടെ ഒരു പൊളിറ്റിക്സ് ഉയർന്നു വരാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് തികച്ചും അനിവാര്യമാണ്. ഇപ്പോൾ ഞാൻ മുമ്പേ നായർ കേരളത്തിലെ NSSന്റെ പോപ്പുലേഷൻ എത്ര? ഒരു ആവറേജ് 11%. ഏതാണ്ട് ദളിതർക്കൊപ്പം തന്നെ ഈ 11% ദലിതരും ഉണ്ട്. ഉദാഹരണം 30 ദലിതരും ഏതാണ്ട് SC ST പ്ലസ് ദലിത് ക്രൈസ്തവർ വന്നാൽ 11% കൂടുതലുണ്ട്. പക്ഷേ ഈ 11% വരുന്ന ദലിതർക്ക് ഒരു മന്ത്രി പോലും SCക്കില്ല. ഇപ്പം ആകപ്പാടെ കേളു എന്ന് പറയുന്ന ഒരു ST പ്രാതിനിധ്യമാണ്, അത് SC ST പ്രാതിനിധ്യമല്ല. ഈ ഒരു പ്രശ്നമുണ്ട്. നായർ സമുദായത്തിന് 9 മന്ത്രിമാരുണ്ട്. ഏതാണ്ട് 25ഓളം അടുത്ത് MLA-മാരുണ്ട്. ചില കാലഘട്ടം 30ഓളം MLA-മാരെ അവർക്കുണ്ടായിരുന്നു. ഇത് SC STയുടെ കാര്യത്തിലോ ഈ 14 അല്ലെങ്കിൽ ഇപ്പം 16 MLA-മാർ. ഈ SCക്കും STക്കും സംവരണ മണ്ഡലങ്ങൾ മാത്രമല്ലാതെ എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികളും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും പട്ടികജാതിപ്പെട്ടവർക്കാരെ ജനറൽ മണ്ഡലങ്ങളിൽ നിർത്തി മത്സരിപ്പിക്കാത്തത്? KR നാരായണന് പോലും അത്ര പ്രശസ്തമായ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഇത് പഠിച്ചിറങ്ങിയ പ്രതിഭാധനായ KR നാരായണനെ അവസാനം വരെ ഒറ്റപ്പാലത്ത് മത്സരിക്കേണ്ടി വന്നു എന്നതാണല്ലോ ദുര്യോഗം. അതേസമയം ഒരു അപവാദം ഉണ്ടായി. നമുക്കറിയാം, അച്യുതാനന്ദൻ്റെ കാലത്ത് CKP പത്മനാഭനെ തളിപ്പറമ്പിൽ നിർത്തി, അദ്ദേഹം ജയിച്ചു. ശിവരാജൻ അല്ലേ, VR ശിവരാജൻ കോന്നിയിൽ നിന്നും പരാജയപ്പെട്ടു. പക്ഷെ അതിനുശേഷം നേരത്തെ കുഞ്ഞാമ്പു കണ്ണൂരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം, ജനറൽ സീറ്റിൽ നിന്ന്. ഇത് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഈ 50 വർഷത്തെ മുന്നണി ഭരണത്തിൽ എന്തുകൊണ്ടാണ് നല്ല കഴിവും പ്രാപ്തിയും ഉള്ള എത്രയോ ദലിതർ ഈ കോൺഗ്രസിലുണ്ട്, അതേപോലെ CPM-ലുണ്ട്, CPI-ലുണ്ട്. ജനറൽ മണ്ഡലങ്ങൾ എന്തുകൊണ്ടാണ് അവർക്ക് നിഷേധിക്കുന്നത്? ഇത് കേരളത്തിൻ്റെ ഒരു അടഞ്ഞ ഈ ഒരു രാഷ്ട്രീയത്തെ മാറ്റേണ്ടതുണ്ട്. അതിനുള്ള വലിയൊരു ഉത്തരവാദിത്വം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. ഇല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികളിൽ ഇത് ഭിന്നമായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു ബദൽ രാഷ്ട്രീയം ആണ് പരിഹാരം എന്ന നിലയിലേക്കുള്ള ചിന്തകൾ കൂടുതൽ ശക്തിപ്പെടുകയും സ്വാഭാവികമായിട്ടും അനധിവിദൂരമായി അത്തരമൊരു പൊളിറ്റിക്കൽ ഫോർമേഷനെ കുറിച്ച് ഞങ്ങൾ ഗൗരവമായി ആലോചിക്കുകയാണ്. അതൊരു യാഥാർത്ഥ്യമായി വരും എന്നൊരു തർക്കമില്ല. പുതിയ രാഷ്ട്രീയ പാർട്ടി, ദളിതരുടെ മുൻകൈയിലുള്ള രാഷ്ട്രീയ പാർട്ടി രൂപപ്പെടുമ്പോൾ ഓൾറെഡി DHRM രാഷ്ട്രീയ പാർട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്തൊരു സംഘടനയാണ്. അത്തരം നിലവിലുള്ള അത് വളരെ ശിഥിലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. പക്ഷേ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പിന്തുണയുള്ള അതിൽ പ്രാതിനിധ്യമുള്ളൊരു പാർട്ടിയാണ്. അതുപോലെ ധാരാളം ചെറിയ ചെറിയ ഗ്രൂപ്പുകളുണ്ട്. അവരെല്ലാം ലയിപ്പിക്കുന്ന PDP പോലെ അംബേദ്കർ രാഷ്ട്രീയവും മൈനോറിറ്റിയുടെ രാഷ്ട്രീയവും യോജിപ്പിച്ച പാർട്ടികളുണ്ട്. അവർക്കെല്ലാം വന്ന് ചേരാവുന്ന കുറേ കൂടി അയവേറിയ ഒരു സ്വതന്ത്ര സ്വഭാവമുള്ള ഒരു പാർട്ടി, അങ്ങനെയാണോ താങ്കളുടെ സങ്കല്പം? തീർച്ചയായും. ഒരു അംബേദ്കറൈറ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച ഞങ്ങളുടെ കാഴ്ചപ്പാട് അതൊരു ജാതി രാഷ്ട്രീയമല്ല. അംബേദ്കറൈറ്റ് രാഷ്ട്രീയം അതിൻ്റെ അടിസ്ഥാനം സാമുദായികതയുമല്ല. അംബേദ്കറൈറ്റ് രാഷ്ട്രീയം കുറച്ചുകൂടെ നവീനമായ, കുറച്ചുകൂടി ഉയർന്ന ജനാധിപത്യപരമായ മാനങ്ങളുള്ള വികസിതമായ ഒരു ജനപക്ഷ രാഷ്ട്രീയമാണ്, ഒരു ഡെമോക്രാറ്റിക് പൊളിറ്റിക്സാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അധികാരം നിഷേധിക്കപ്പെട്ട, അധികാരത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ജനസമൂഹങ്ങൾക്ക് അതിനകത്ത് പ്രാധാന്യം കൊടുക്കേണ്ടി വരും. അതിൻ്റെ പ്രയോറിറ്റി ആകുമ്പോൾ തന്നെ അംബേദ്കറൈറ്റ് രാഷ്ട്രീയം കുറച്ചുകൂടെ ഈ ജനവിഭാഗങ്ങൾക്ക് കൂടുതൽ പങ്കാളിത്തം കിട്ടുന്നതിന് വേണ്ടി നിലകൊള്ളുമ്പോഴും മറ്റുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക ജനാധിപത്യം മുന്നോട്ട് വെക്കുന്ന ഒരു മെയിൻ സ്ട്രീം രാഷ്ട്രീയം തന്നെയാണ് അംബേദ്കറൈറ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഒന്ന്. രണ്ടാമത്, ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ വ്യത്യസ്ത ജാതികളുണ്ട്, അതിപിന്നോക്ക വിഭാഗങ്ങളായിട്ടുള്ള സമൂഹങ്ങളും ദലിതർക്കിടയിലുണ്ട്. ഇവരെയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഇൻക്ലൂസീവ് അപ്രോച്ച് ആവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ
ഒരുപക്ഷെ കേരളത്തിൽ ഇന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അംബേദ്കറൈറ്റ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അത് ഈ പറയുന്ന ഇപ്പോൾ DHRM പോലുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അതേപോലെ ബഹുജന സമാജ് പാർട്ടി ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ചില ഘടകങ്ങൾ കേരളത്തിലുണ്ട്. ഇത്തരം ഗ്രൂപ്പുകൾക്കിടയിലും ഇത്തരം പാർട്ടികൾക്കിടയിലും വളരെ ആരോഗ്യകരമായ ഡയലോഗുകളും കൺസൾട്ടേഷൻസും ഒക്കെ നടത്തി പരമാവധി ഒരു കൺസോളിഡേഷനിലൂടെയുള്ള ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കൺസോളിഡേഷനിലൂടെയുള്ള ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് വരേണ്ടത് എന്ന തിരിച്ചറിവാണ് ഞങ്ങൾക്കുള്ളത്. ഒരു മൈക്രോ ലെവൽ പൊളിറ്റിക്സ് അല്ല, വ്യക്തി കേന്ദ്രീകൃതമായ രാഷ്ട്രീയവുമല്ല. അതിൽ ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിലേക്ക് ആ നിലയ്ക്കുള്ള സമീപനങ്ങൾ, ഇപ്പോൾ ILP ഉണ്ടായ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞു, പക്ഷെ അവരെ വേണ്ട രീതിയിൽ കേരളം പരിഗണിച്ചില്ല. അതേ കാര്യം ആധുനിക കാലഘട്ടത്തിലും ഇങ്ങനെ ചില പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2001 ഒരു പരിധിവരെ ഈ പാർട്ടി പൊളിറ്റിക്സിനോട് എൻഗേജ് ചെയ്യുന്നതിനകത്ത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സമുദായ സംഘടനകളും ദളിത് പ്രസ്ഥാനങ്ങളും വിമുഖത കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ ബ്രേക്ക് ചെയ്ത ഒന്ന് ഒരു പരിധിവരെ കല്ലസുകുമാരൻ നടത്തിയ ചില ഇടപെടലുകളാണ്. പക്ഷേ അതിന് പലതരത്തിലുള്ള പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. കഴിഞ്ഞ 10-ാം തീയതി കോട്ടയത്ത് മല്ലപ്പള്ളി ലക്ഷ്മയ്യ തെലങ്കാനയിൽ നിന്ന് വന്ന് അദ്ദേഹം പങ്കെടുത്ത ഒരു വലിയ SC/ST ഡെവലപ്മെൻറ്റ് സമ്മിറ്റ് നടത്തി. അതിൽ ഞങ്ങൾ ഇതിൻ്റെ ഡ്രാഫ്റ്റിന് ഒരു ബില്ല് തയ്യാറാക്കിയിട്ടുണ്ട്, കരട് ബില്ല് തയ്യാറാക്കി അത് കേരള സർക്കാരിന് സമർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ മുമ്പേ പറഞ്ഞ ഒരു രാഷ്ട്രീയം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി വ്യക്തിപരമായി എനിക്കോ അല്ലെങ്കിൽ ADF-ൽ നിൽക്കുന്ന ഏതെങ്കിലും ദലിത് നേതാക്കൾക്കോ ഓർണമെൻ്റലായി ഒരു പ്രാതിനിധ്യം പാർട്ടി നിന്നവർക്ക് പാർട്ടി കൊടുത്തതുപോലെ പാർട്ടിക്ക് പുറത്തുള്ള ഞങ്ങൾക്കും കേവലം ഒരു സ്ഥാനം എന്നതല്ല അംബേദ്കറൈറ്റ് പൊളിറ്റിക്സ്. പകരം ഈ സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന തരത്തിലുള്ള നയങ്ങളെയും നിലപാടുകളെയും കൂടി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഇൻക്ലൂഷനാണ് വേണ്ടത്. അപ്പോൾ വ്യക്തികളെ അക്കോമഡേറ്റ് ചെയ്താൽ പോരാ, സമുദായം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് നമ്മൾ മുന്നോട്ട് വെക്കുന്ന പരിഹാരങ്ങളെ കൂടി നയപരമായി ഉൾക്കൊള്ളുന്ന അത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ടകളിൽ ഇടം പിടിക്കണം. കേരളത്തിലെ ഇടതുപോലുള്ള മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോകളിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഗ്രാൻറ്റ് പരിഹരിക്കാൻ വേണ്ടിയുള്ള, ഭൂമി ദളിതർക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള എയ്ഡഡ് മേഖലയിലെ നിയമനങ്ങൾ അത് PSCക്ക് വിടണം. കാരണം 30,000 കോടി രൂപ പ്രതിവർഷം മുടക്കുകയാണ്. അതിൽ ദളിതർക്ക് യാതൊരു പാകത്തില്ല, 0.38% ആണ്. അവിടെ നിയമനമില്ല. അതുകൊണ്ട് കേരളത്തിലെ എയ്ഡഡ് സെക്ടറിലെ നിയമനങ്ങൾ PSCക്ക് വിടണം. ഒപ്പം പ്രൈവറ്റ് സെക്ടറിൽ റിസർവേഷൻ ഏർപ്പെടുത്തണം. കേരളത്തിലെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് നിർണ്ണയിക്കാൻ കേരളത്തിൽ ഇത്രയും വേഗം ജാതി സെൻസസ് നടത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുകയും അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഡെവലപ്മെൻറ്റ് പ്രക്രിയകൾക്ക് കേരളം, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഞങ്ങളൊരു മാനിഫെസ്റ്റോ ഇന്ന് തയ്യാറാക്കുന്നുണ്ട്. ഈ മാനിഫെസ്റ്റോ അംബേദ്കർ ഡെമോക്രാറ്റിക് ഫ്രണ്ട് മാർച്ച് ഫസ്റ്റ് വീക്കിൽ ഒരു വലിയ ദലിത് സമ്മേളനത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നു. ആ വലിയ ദലിത് ആദിവാസി സമ്മേളനത്തിൽ കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണി നേതാക്കളെ അടക്കം ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിലെ ദലിതരുടെ കാതലായ ഈ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു മാനിഫെസ്റ്റോ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യും. ഞങ്ങൾ പറയുന്നത് ഈ മാനിഫെസ്റ്റോ SCP-TSP ആക്ട് അടക്കം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ മാനിഫെസ്റ്റോയിലെ ഡിമാൻഡുകൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ LDF-ൻ്റെയും UDF-ൻ്റെയും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളിൽ ഇടം പിടിക്കണമെന്നും അധികാരത്തിൽ വരുന്നവർ ഏത് പാർട്ടിയാണെങ്കിലും അവരുടെ അജണ്ടയുടെ ഭാഗമായി ഇത് നടപ്പിലാക്കണമെന്നുമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പൊളിറ്റിക്സിനെ തയ്യാറെടുക്കുന്നു. എന്തായാലും ഇലക്ഷന് മുമ്പ് പാർട്ടി ഡിക്ലെയർ ചെയ്യുന്നതിന് ഒരു പക്ഷേ നമുക്ക് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രാഥമികമായ കൺസോളിഡേഷൻ ഞങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ കോൺഫറൻസ് ഗൗരവതരമായി മാർച്ച് ഫസ്റ്റ് വീക്കിൽ നടക്കാൻ പോകുന്നു. അതിൻ്റെ ഭാഗമായി ഈ മാനിഫെസ്റ്റോ കേരളത്തിലെ 2 രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഇപ്പം ഞങ്ങൾ UDF ഇപ്പം ഒരു പരിധിവരെ കേരളത്തിൽ അത്തരത്തിൽ ചില മാറ്റത്തിൻ്റെ ചില പ്രവണതകൾ ഇന്ന് UDF ആരംഭിച്ചിട്ടുണ്ട്. അതിനോട് ഒരു പക്ഷേ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ LDF വൃത്തങ്ങളിലും ഇത്തരത്തിൽ കേരളത്തിലെ ദലിത് ആദിവാസി വിഭാഗങ്ങളെ ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ അക്കോമഡേറ്റ് ചെയ്യണമെന്നൊരു ആലോചന രൂപപ്പെട്ടു വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കളൊരു വലിയ സ്വപ്നമാണ് മുന്നിൽ വെച്ചത്. ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക, അതിന് ബഹുജന പിന്തുണ നേടുക, ഉയർന്നു വരുന്ന വലിയ പ്രതിസന്ധികൾ നേരിടുക, അതൊക്കെ വലിയ കടുത്ത എതിർപ്പുകളും വലിയ പിന്തുണയൊക്കെ ആവശ്യമുള്ള എതിർപ്പുകളുണ്ടാവും. വലിയ പിന്തുണ അത് മറികടക്കാൻ വേണം. പക്ഷേ താങ്കളുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും അത്തരം എതിർപ്പുകൾ നേരിട്ട് വന്ന ഒരു സമരയോദ്ധാവാണ്. അതുകൊണ്ട് താങ്കളുടെ സ്വപ്നങ്ങൾ എൻ്റെ മനസ്സിലുള്ളത് ഒരു വർഷത്തിനുള്ളിൽ അടുത്ത അംബേദ്കർ അനുസ്മരണ ദിനമാകുമ്പോഴേക്ക് കേരളത്തിൽ സ്വതന്ത്ര സ്വഭാവത്തിലുള്ള ഒരു ദളിത് പാർട്ടി താങ്കളുടെ മുൻകൈയിൽ രൂപപ്പെടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ ആഡ് ചെയ്യാം കാര്യത്തിൽ. ഇപ്പോൾ ഒന്ന്,
ഇപ്പോൾ എന്തായാലും നീണ്ട ഒരു 50 വർഷക്കാലം ദളിതരെയും ആദിവാസികളെയും ഒട്ടും പരിഗണിക്കാതിരുന്ന കേരള രാഷ്ട്രീയത്തിൽ CK ജാനുവിനെ ഒരു വ്യക്തി എന്ന നിലയിലും അവർ നേതൃത്വം കൊടുക്കുന്ന JRP ഒരു പാർട്ടി എന്ന നിലയിലും ഒരു അസോസിയേറ്റ് മെമ്പർഷിപ്പെങ്കിലും കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യാൻ UDF തയ്യാറായിരിക്കുന്നു. നമ്പർ 1. രണ്ടാമത്തെ ഒരു കാര്യം, കേരളത്തിലെ പ്രമുഖ ദളിത് ചിന്തകനും അംബേദ്കറൈറ്റും എൻ്റെ സുഹൃത്തുമൊക്കെയായ സണ്ണി കവിക്കാടിനെ ഇന്ന് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായി പരിഗണിക്കുമെന്ന നിലയ്ക്കുള്ള ചില ചർച്ചകൾ കേരളത്തിൽ പുരോഗമിച്ചു വരുന്നു. ഇത് കാണിക്കുന്നത് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം ദളിത് ആദിവാസി വിഭാഗങ്ങളെയും അവരുയർത്തുന്ന രാഷ്ട്രീയത്തെയും ഒരു അംബേദ്കർ രാഷ്ട്രീയത്തെ കൂടി ഉൾക്കൊള്ളാനും അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാനും അവർ കുറച്ചുകൂടെ ബ്രോഡായി മാറുന്നു എന്നതാണ് ഞാൻ കാണുന്നത്. പക്ഷേ ADFനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളൊരു കാര്യം, കേരളത്തിലെ ഈ പാർട്ടി പ്രതിനിധാനങ്ങളായി വരുന്ന വ്യക്തികളുണ്ടല്ലോ, അവർക്കേക്കാൾ കഴിവും ശേഷിയും അവരൊപ്പമോ അവരെക്കാൾ നേതൃശേഷിയുള്ള അനുഭവ സമ്പത്തുള്ള കൃത്യമായ അക്കാദമിക് ക്രെഡൻഷ്യൽസ് ഉള്ള ഒരു നിര നേതാക്കൾ ഇന്ന് കേരളത്തിലെ ദളിത് ആദിവാസി പ്രസ്ഥാനങ്ങളുടെ മുൻനിരയിലുണ്ട്. അതുകൊണ്ട് ഈ 16 സംവരണ നിയോജക മണ്ഡലങ്ങളിലെങ്കിലും എന്ത് വേണം, ഒരു 10 സീറ്റുകൾ, 16 കൊണ്ട് പോട്ടെ പകുതി, ഒരു 8 സീറ്റുകളിലേക്ക് പോട്ടെ, ഒരു 5 സീറ്റുകളിലേക്കെങ്കിലും കേരളത്തിലെ പ്രമുഖരായ, അപ്പം ജാനുവിനെ പരിഗണിക്കണം, സണ്ണിയെ പരിഗണിക്കണം, ഒപ്പം കേരളത്തിലെ മറ്റ് പ്രമുഖരായിട്ടുള്ള ദളിത് പേഴ്സണാലിറ്റികളെയും വ്യക്തികളെയും കൂടെ പരിഗണിച്ചുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു 8 സീറ്റിലേക്ക് അല്ലെ 5 സീറ്റിലേക്ക് കേരളത്തിലെ 2 മുന്നണികളും ദളിതർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തുകൊണ്ട് അവരെ കൂടെ ഉൾക്കൊള്ളുന്ന ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സിലേക്ക് വരണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് ഗൗരവമായിട്ട് ആലോചിക്കണം. അത്തരത്തിലുള്ള ഒരു സമീപനം കേരളത്തിലെ UDFൻ്റെ മുമ്പിൽ ഉന്നയിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഓറലായി UDFൻ്റെ നേതൃത്വത്തോടും അതേപോലെ UDFൻ്റെ ഘടകകക്ഷികളോടും ഈ പ്രശ്നം ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചുകൂടെ നേർക്കുനേരെ നേതൃത്വങ്ങളെ കണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെടാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം LDFനെ സംബന്ധിച്ചിടത്തോളവും കേരളത്തിൻ്റെ ഇപ്പോൾ പൊളിറ്റിക്സ് എപ്പോഴും കേരളത്തിൻ്റെ മുന്നണി രാഷ്ട്രീയം അത്ര തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായ വിയോജിപ്പുകളുള്ളപ്പോഴും കേരളത്തിൻ്റെ അധികാരത്തെ മാറി കൈകാര്യം ചെയ്യുന്ന 2 പാർട്ടികൾക്കും 2 മുന്നണികൾക്കും ഇതിൽ രാഷ്ട്രീയ ഉത്തരവാദിത്വമുണ്ട്. ഈ 2 മുന്നണികൾക്കും ഭാഗമാകുന്നതിനകത്തും സ്വാഭാവികമായ സാധ്യതകളുണ്ട്. അതുകൊണ്ട് CPMൻ്റെ അല്ലെ LDFൻ്റെ നയങ്ങളോട്, ഏറ്റവും ഒടുവിലത്തെ ചില നയങ്ങളോട് വിയോജിക്കുമ്പോഴും കേരളത്തിൻ്റെ പൊളിറ്റിക്സിൽ ആരോഗ്യകരവും അതേപോലെ പോസിറ്റീവുമായ ഒരുപാട് പ്രവണതകൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പുലർത്തിയിട്ടുള്ള ഒരു പാർട്ടി കൂടിയാണ് ഇടതുപക്ഷ പാർട്ടികൾ. അതുകൊണ്ട് അവർക്കും ഉത്തരവാദിത്തമുണ്ട്. UDF ഇന്ന് ചെയ്യുന്നത് പോലെ LDFും സ്വാഭാവികമായി ഇത്തരത്തിൽ ദളിതരെ ഉൾക്കൊള്ളുകയും നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്യാത്തത് നിരാശാജനകമാണ്. പക്ഷേ അവരും ഗൗരവമായി ഈ അജണ്ട പരിഗണിച്ച് അംബേദ്കറൈറ്റുകളെയും ദളിത് പ്രതിനിധികളെയും ഉൾക്കൊള്ളിക്കണമെന്നാണ് നമുക്ക് കേരളത്തിലെ 2 മുന്നണികളോടും പറയാനുള്ളത്. എന്തായാലും സാർ പറഞ്ഞതുപോലെ വരും കാലങ്ങളിൽ ആ നിലയ്ക്കൊരു മാറ്റം കേരളത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാലും ഞങ്ങളെപ്പോലുള്ളവരെ സംബന്ധിച്ചോളം ഈ സാമുദായികതയ്ക്ക് അപ്പുറത്തേക്ക് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ്, അംബേദ്കറുടെ അവസാനത്തെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യൻ ലേബർ പാർട്ടിയും ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടിയും അതേപോലെ ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷനും ഒക്കെ നയിച്ച അംബേദ്കർ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം എത്തിയത് ഒരു റിപ്പബ്ലിക്കൻ കോൺഷ്യസ്നെസ്സിലേക്കാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ ദളിതരെയും ആദിവാസികളെയും പാർശ്വവൽക്കൃതരായ ന്യൂനപക്ഷങ്ങളെയും പിന്നോക്ക വിഭാഗങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളുമ്പോൾ തന്നെ എല്ലാ ഇന്ത്യക്കാരനെയും പൗരന്മാർ എന്ന നിലയ്ക്ക് ചേർത്ത് നിർത്തുന്ന, അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വിശാലമായ മതേതര ജനാധിപത്യ രാഷ്ട്രീയമാണ് അംബേദ്കർ മുന്നോട്ട് വെച്ചത്. അത്തരത്തിലുള്ള വിശാലമായ ഒരു ഇക്വാലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള, മാനവീയതയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ് പൊളിറ്റിക്സാണ് ഞങ്ങൾ സ്വാഭാവികമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അവിടെ ഈ പ്രാതിനിധ്യം എന്ന് പറയുന്നത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആകേണ്ടതുണ്ട്. അംബേദ്കർ 52-ലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ ഭരണഘടന എഴുതിയതിന് ശേഷം തൊട്ടു പുറകെ വന്ന തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ അംബേദ്കറെ ദേശീയ പ്രസ്ഥാനം പരാജയപ്പെടുത്തി. രണ്ടാമത് വീണ്ടും അദ്ദേഹം ബോംബെയിൽ മത്സരിച്ചപ്പോഴും പരാജയപ്പെട്ടു. ഈ 2 പരാജയങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞത് ഈ ഇന്ത്യയിലെ ദളിതരുടെ ഈ രാഷ്ട്രീയ പ്രാതിനിധ്യത്തെ പുനഃപരിശോധിക്കണമെന്നും ആ പ്രാതിനിധ്യം കുറച്ചുകൂടെ ക്വാളിറ്റേറ്റീവ് ജോയിൻറ്റ് ഇലക്ടോറേറ്റിലേക്ക്, അതായത് ദളിത് പ്രാതിനിധ്യം തീരുമാനിക്കുമ്പോൾ സമുദായത്തിന് കൂടുതൽ സ്റ്റേക്ക് കൊടുക്കുന്ന രീതിയിലായിരിക്കണം ദളിതരുടെ പ്രതിനിധികളെ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കേണ്ടത് എന്നൊരാശയം അംബേദ്കർ മുന്നോട്ട് വെച്ചു. അതിന് അദ്ദേഹം 55-ൽ മരിക്കുന്നതിന് 1 കൊല്ലം മുമ്പ് ക്വാളിറ്റേറ്റീവ് ജോയിൻറ്റ് ഇലക്ടറേറ്റ് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു ദളിതൻ പാർലമെൻറ്റിലേക്കോ നിയമസഭയിലേക്കോ മത്സരിക്കുമ്പോൾ ആ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് 50% പിന്തുണ
ആ സമുദായത്തിൽ നിന്ന് കിട്ടുന്നു എന്ന് ഉറപ്പാക്കണം എന്ന ഒരു നിർദ്ദേശം അംബേദ്കർ വെച്ചു. ഇതിനെ ഇന്നത്തെ പരിസ്ഥിതിയിൽ നമ്മൾ പറയുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ദളിതരെ പരിഗണിക്കുമ്പോൾ സമുദായത്തിനു വേണ്ടി നിലകൊള്ളുന്ന നേതൃത്വത്തിൻ്റെ അഭിപ്രായങ്ങൾ മാനിക്കണമെന്നും അവരെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് വേണം, അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടോ അവരുടെ അഭിപ്രായം തേടിക്കൊണ്ടോ വേണം ഈ പറയുന്ന ദളിത് പ്രാതിനിധ്യത്തെ തീരുമാനിക്കണമെന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇതുകൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ കേരളത്തിലൊരു പുതിയ രാഷ്ട്രീയത്തെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കുന്നത്. എന്താണെങ്കിലും ആ നിലയ്ക്ക് നിങ്ങളുടെയൊക്കെ ഒരു മാധ്യമങ്ങളുടെയൊക്കെ അപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു രാഷ്ട്രീയം ഞാൻ മുമ്പേ പറഞ്ഞു, ജാതി രാഷ്ട്രീയമല്ല, സ്വത്വരാഷ്ട്രീയമല്ല. സ്വത്വരാഷ്ട്രീയത്തിൻ്റെയും ജാതി രാഷ്ട്രീയത്തിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് ഇന്ന് മണിപ്പൂരിലെ ആദിവാസികളെ തമ്മിലടിപ്പിച്ചതുപോലെയും ഉത്തരേന്ത്യൻ ഭൂമികയിലെ സബാൾട്ടേൺ പൊളിറ്റിക്സിനെ തകർക്കാൻ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം ഈ പിന്നോക്ക വിഭാഗങ്ങളെ ഈ സബാൾട്ടേൺ ഹിന്ദുത്വ പ്രോജക്റ്റ് വെച്ച് തമ്മിലടിപ്പിക്കുന്നു, ചെറിയ വിഭാഗങ്ങളെ വിലക്കെടുക്കുന്നു. കേരളത്തിലെയും ചില പിന്നോക്ക വിഭാഗങ്ങളെ സംഘപരിവാർ ഈ കാവ്യവൽക്കരിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ഈ സ്വത്വങ്ങൾക്കപ്പുറത്തുള്ള ഒരു വിശാലമായ ഒരു പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റിയിലേക്ക് ചേർന്ന് നിൽക്കുക എന്നതാണ്. അപ്പോൾ വേറിട്ട ജാതി സ്വത്വങ്ങൾക്കപ്പുറത്തേക്ക് ബ്രോഡായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റിയിലേക്ക് ചേർന്ന് നിൽക്കണമെന്ന് പറയുന്ന ഒരു ഇൻ്റഗ്രേഷൻ്റെ പൊളിറ്റിക്സാണ് അംബേദ്കറേറ്റ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആ നിലയ്ക്കുള്ളൊരു പൊളിറ്റിക്സിന് കേരളത്തിലെ ദലിതരും ആദിവാസികളും സമുദായങ്ങളെന്ന നിലയ്ക്ക് അവർ മുന്നോട്ട് വരുമ്പോൾ തന്നെ അത്തരം ഒരു പൊളിറ്റിക്സ് നാളെയുടെ കേരളത്തെ പുതുക്കിപ്പണിയുന്ന ഒരു നവകേരളത്തെ സൃഷ്ടിക്കുന്ന ഒരു അയ്യൻകാളിയും ശ്രീനാരായണ ഗുരുവും പൊയ്കയിലപ്പച്ചനും എല്ലാം കൂടി നിർമ്മിച്ച വക്കം വലുമയും അടക്കമുള്ളവർ കെട്ടിപ്പടുത്ത ഒരു നവോത്ഥാനത്തെ കേരളത്തിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയ തുടർച്ച നിർവഹിക്കണമെങ്കിൽ ഇത്തരം ഒരു പുതിയ രാഷ്ട്രീയത്തെ കേരളത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട്. ആ ഒരു വികാസത്തിൽ മതേതരമായി ചിന്തിക്കുന്ന, പ്രോഗ്രസീവായി ചിന്തിക്കുന്ന മാധ്യമ രംഗത്തുള്ളവരെയും അതേപോലെ ലിബറലായിട്ടുള്ള വ്യക്തിത്വങ്ങളെയും ഇൻഡിവിജ്വൽസിനെയും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് അവരുടെയൊക്കെ ഒരു സഹകരണത്തോടു കൂടിയാണ് ഈ ഒരു പൊളിറ്റിക്സിനെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിരുന്നത്. സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെയും, കാരണം കേരളത്തിൻ്റെ പൊളിറ്റിക്സിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പദവിയിലേക്ക് പോകട്ടെ മറ്റു പദവികളിലേക്ക് പോലും ഗൗരവതരമായി സ്ത്രീകളുടെ പ്രാതിനിധ്യത്തെയും പരിഗണിക്കാൻ കേരള രാഷ്ട്രീയം തയ്യാറാവുന്നില്ല. അതുകൊണ്ട് അത്തരത്തിൽ സ്ത്രീപക്ഷത്തു നിന്ന് ഉയർന്നു വരുന്ന രാഷ്ട്രീയത്തെ അടക്കം വളരെ ഗൗരവമായി ചേർത്ത് വെക്കുന്ന ഒരു പൊളിറ്റിക്സ് ആയിരിക്കും അംബേദ്കറൈറ്റ് പൊളിറ്റിക്സ്. അതിനൊരു വിശാലമായ കേരളത്തിൻ്റെ ഒരു പിന്തുണ ആവശ്യമാണ്. തീർച്ചയായിട്ടും താങ്കളുണ്ട്, ഗീതാനന്ദനുണ്ട്, IR സദാനന്ദനുണ്ട്, PK സജീവുണ്ട്, പുന്നല ശ്രീകുമാറുണ്ട്, സെലീന പ്രക്കാനുണ്ട്. അങ്ങനെ ദളിത് മേഖലയിൽ നിന്ന് വന്ന സമര സജ്ജരായ എത്രയോ കാലത്തെ നിരന്തര പോരാട്ടത്തിലൂടെ വളർന്നു വന്ന ഒരു നേതൃനിരയുണ്ട്. ഈ വ്യക്തിത്വങ്ങളെ മുഴുവൻ സ്വാധീനിക്കാനും അവരെ ഉൾക്കൊള്ളാനും അവരെ സ്വാംശീകരിക്കാനും കഴിയുന്ന ഒരു മെക്കാനിസം കേരളത്തിലെ ഇടതുമുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും സ്വീകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്കളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണ അർപ്പിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കാം.